അമ്മ എന്ത് ചെയ്യുക? എനിക്ക് അമ്മയില്ല ആൻറ്റി. മോനെ ഇവിടുത്തെ വഴിയൊക്കെ അറിയായിരുന്നോ? ആൻറ്റി ഹരിച്ചേട്ടൻ ലൊക്കേഷൻ അയച്ചു തന്നായിരുന്നു. ഹരി പറഞ്ഞായിരുന്നു. മോൻ ഇവിടെ ആരെയോ കാണാൻ വന്നതെന്തോ. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല ഫുഡ് ആൻറ്റി, അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട്. അമ്മ എന്ത് ചെയ്യുക? എനിക്ക് അമ്മയില്ല ആൻറ്റി. കുറച്ച് വർഷം മുന്നേ എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് മാനസികമായിട്ട് അമ്മ അങ്ങ് തകർന്നു. വല്ലാണ്ട് പ്രഷർ കൂടി അമ്മ പോയി ആൻറ്റി. ആൻറ്റി ഇവിടെ ഒറ്റയ്ക്കാണോ? ഹസ്ബൻഡ് മക്കളൊക്കെ? ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പേ വിട്ടുപോയി. പിന്നെ ഒരു മകനുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവനൊരു ബ്രെയിൻ ഡെത്ത് വന്ന് അവനും പോയി. ചുരുക്കി പറഞ്ഞാൽ ആൻറ്റിക്കും എൻ്റെ അവസ്ഥയല്ലേ? അവൻ്റെ ഹൃദയം ഈ ഭൂമിയിൽ ഇപ്പോഴും ആരെയും ജീവിപ്പിക്കുന്നുണ്ട്. ആൻറ്റിക്ക് അറിയില്ലേ അതാരാന്ന്? ഞാനത് അറിയണ്ടെന്ന് വെച്ചു മോനെ. അതാരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നും എൻ്റെ മോൻ ഈ ഭൂമിയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ അവനെ കാണാൻ തോന്നും. അത് കാരണം അവരുടെ പ്രൈവസി നഷ്ടപ്പെടും. എന്നാലും അതൊന്നും അറിയായിരുന്നു. ഞാൻ എൻ്റെ മോനെ വേറൊരാളിൽ കൂടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല അവൻ്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് ഞാൻ സമ്മതിച്ചത്. എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് അവരുടെ മോനെ നഷ്ടപ്പെടാതിരിക്കാൻ. ഹലോ, സാറേ ഞാൻ വരാം, ഇറങ്ങാം. ഓക്കെ സാർ. മോൻ പോവുകയാണോ? ഞാൻ ഇറങ്ങേണ്ടി. മോനിവിടെ ഉണ്ടായ അത്രയും സമയം എനിക്ക് തോന്നിയതേ എൻ്റെ കുഞ്ഞടുത്തുള്ളതുപോലെയായിരുന്നു. മോൻ ഇറങ്ങുവാണോ? ആൻറ്റി ഞാൻ ഇറങ്ങിക്കുക, അടുത്ത തവണ കാണാം. അമ്മയുടെ മകൻ കിരണിൻ്റെ ഹാർട്ടാണ് എൻ്റെ ഉള്ളിലുള്ളത്. അമ്മയുടെ മോൻ്റെ ഹാർട്ട് ആർക്കാണോ കൊടുത്തതെന്ന് അമ്മ കാണണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ ഒന്ന് കാണണമെന്ന്. ഇനി നമ്മൾ കാണില്ല അമ്മ. എൻ്റെ കൂടെ കിരണും ഉണ്ടെന്ന വിശ്വാസത്തോടെ. ഗുഡ് ബൈ.